പൊലി പാടി പാടി പൊന്നോണം വരവായി. പൂവാടിയിൽ നൃത്തം വയ്ക്കും പൂത്തുമ്പികൾ വരവായി. പൂവേ പൊലി പാടി പാടി പൊന്നോണം വരവായി. പൂവാടിയിൽ നൃത്തം വയ്ക്കും പൂത്തുമ്പികൾ വരവായി. പൊന്നയിലാൽ ചേലയുറിഞ്ഞു പൂമാനം പൊന്നൊളി തൂകി. പൊന്നാര്യൻ പാടമിതാകെ പൊൻകതിരാൽ പുഞ്ചിരി തൂകി. പൂവേ പൊലി പാടി പാടി പൊന്നോണം വരവായി. പൂവാടിയിൽ നൃത്തം വയ്ക്കും പൂത്തുമ്പികൾ വരവായി. തുമ്പപ്പൂ ചൂടിയൊരുങ്ങി മുക്കുറ്റി കാതിലണിഞ്ഞു. കാക്കപ്പൂ മിഴികളിലെഴുതി വന്നെത്തി പൊൻതിരുവോണം. തുമ്പപ്പൂ ചൂടിയൊരുങ്ങി മുക്കുറ്റി കാതിലണിഞ്ഞു. കാക്കപ്പൂ മിഴികളിലെഴുതി വന്നെത്തി പൊൻതിരുവോണം. മുറ്റത്തൊരു പൂക്കളമിട്ടു പുന്നെല്ലിൻ ചോറും വച്ചു. നാക്കിലയിൽ സദ്യയൊരുങ്ങി മാവേലി തമ്പ്രാനെത്തി. പൂവേ പൊലി പാടി പാടി പൊന്നോണം വരവായി. പൂവാടിയിൽ നൃത്തം വയ്ക്കും പൂത്തുമ്പികൾ വരവായി. ജില്ലയിലാടി തെന്നൽ പുതുപൂവിൻ ഗന്ധവുമായി. വഞ്ചിപ്പാട്ടീണമുണർന്നു വള്ളം കളിമേളമുയർന്നു. പൂഞ്ചില്ലയിലാടി തെന്നൽ പുതുപൂവിൻ ഗന്ധവുമായി. വഞ്ചിപ്പാട്ടീണമുണർന്നു വള്ളം കളിമേളമുയർന്നു. പുലികളിയുടെ ചുവടുകളാടി നാടെങ്ങും ഉത്സവമായി. ഓർക്കുന്നു നല്ലൊരു കാലം ഓർമ്മകളുടെ ഓണക്കാലം. പൂവേ പൊലി പാടി പാടി പൊന്നോണം വരവായി. പൂവാടിയിൽ നൃത്തം വയ്ക്കും പൂത്തുമ്പികൾ വരവായി. പൂവേ പൊലി പാടി പാടി പൊന്നോണം വരവായി. പൂവാടിയിൽ നൃത്തം വയ്ക്കും പൂത്തുമ്പികൾ വരവായി. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ഓണം എന്ന് പറയുന്നത് നമുക്ക് കേരളീയരെ സംബന്ധിച്ച് നമ്മുടെ ഒരു വികാരമാണ് അല്ലെ. ചിങ്ങമാസത്തില് അത്തം മുതൽ മകം വരെ ശരിക്കും നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് തിരുവോണം ആണ് പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുന്നതെങ്കിലും ഓണക്കാലം മനസ്സില് സന്തോഷം എന്തോ ഒരു കുളിർ. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് നമ്മുടെ പേരാവൂർ NNCC സെക്രട്ടറി ശ്രീ ജോഷി സർ. സർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. NNCC സെക്രട്ടറി കണ്ണൂർ ശ്രീ ലക്ഷ്മണൻ സർ. കണ്ണൂർ നാഷണൽ എക്സസൈസ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ PV രാജൻ സർ. NNCC കണ്ണൂർ ട്രഷറർ ശ്രീ
നാരായണൻ സാർ. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് മൗനം പ്രാർത്ഥന, അവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കാം. എന്നിരുന്നാൽ കൂടി ഒരു മകനെ പട്ടാളത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലാണ് ചെയ്യുന്നത്. ബംഗാൾ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗമാണ്. സൈന്യത്തിലെ കർണൽ സാറാണ്. അപ്പം ആ കർണൽ സാറിൻ്റെ അമ്മയായ ലീലാമ്മ അമ്മച്ചിയെ വളരെ സ്നേഹത്തോടെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പേരാവൂർ യൂണിറ്റിൻ്റെ ഏറ്റവും സീനിയറായ മെമ്പറാണ് ശ്രീ ഗോവിന്ദൻ സാർ, പി വി ഗോവിന്ദൻ നമ്പ്യാർ സാർ. അദ്ദേഹം പേരാവൂർ യൂണിറ്റ് ഉണ്ടായ കാലം തുടങ്ങി യൂണിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ ബാക്ക് ബോണാണ്. ഇപ്പം കുറച്ച് ആരോഗ്യപര പ്രശ്നങ്ങളാണ് സാറും കുറച്ച് വിശ്രമ ജീവിതത്തിലാണ്. എന്നിരുന്നാലും വിശ്രമം എന്ന് പറഞ്ഞുകൂടാ, വീട്ടിലിരുന്നു കൊണ്ടും വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. സാറിനെയും സംഘടനയുടെ പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും ഫാമിലി അസോസിയേഷൻ വരാമെന്ന് സംബന്ധിച്ച് വളരെ സ്നേഹത്തോടെ എത്തിയ ശ്രീ അമൽ പിയെ വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി സുമതി മേഡത്തെയും അവരുടെ ടീമിനെയും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും വളരെ ആർദ്രവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ശ്രീ ജോൺ സാറിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസ. പ്രിയമുള്ളവരെ, ഇവിടെ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടന സെഷന് ശേഷമായിരിക്കും. എങ്കിലും വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി അവരോട് അപേക്ഷിക്കുകയാണ്. ശ്രീമതി ലീലാമ്മ അബ്രഹാം, പ്ലീസ് അവർക്ക് സഹായം വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കണം. അവരെ സ്റ്റേജിലേക്ക് ഒന്ന് ഇരുത്തുക. അതുപോലെ ശ്രീ പി വി ഗോവിന്ദൻ നമ്പ്യാർ, നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള മെമ്പറാണ്, നമ്മുടെ വഴികാട്ടിയാണ്. അദ്ദേഹത്തെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ജില്ലാ ലേസൺ ഓഫീസർ, നമ്മുടെ പേരാവൂരിൻ്റെ നെടുന്തൂണായ ശ്രീ ചന്ദ്രൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ NXCC യൂണിറ്റിൻ്റെ ഒരു യുവത്വം സർവീസിലുള്ള ഇസ്രായേൽ സിറിയ UN മിഷനിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിമാനമായ ജവാൻ അമൽ പിണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ് കം ടു ദ സ്റ്റേജ്. അടുത്തതായി ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പേരാവൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ജോൺ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ഗോവിന്ദൻ ചന്ദ്രൻ സാർ, അതേപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന മിസ്സിസ് ലീലാമ്മ അബ്രഹാം, അതേപോലെ തന്നെ ഇപ്പോൾ UN മിഷനിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമൽ PT തുടങ്ങി എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നമുക്കറിയാം, ഓണം നമ്മുടെ എല്ലാം കേരളീയരായ നമ്മുടെ എല്ലാം ഒരു ദേശീയ ഉത്സവം പോലെ നമ്മൾ മലയാളികൾ കേരളത്തിൽ എല്ലാവരും സജീവമായി ആഘോഷിക്കുന്ന
ജാതി മത വ്യത്യാസം എന്നെ എല്ലാവരും സജീവമായി ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം. നമ്മൾ സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ ഓണാഘോഷത്തിൻ്റെ ആദരണീയനായ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റും ഓണാഘോഷത്തിൻ്റെ അധ്യക്ഷനുമായ ജോൺ സാറ്, ബാക്കി ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരാൻ സാധ്യതയുള്ള നമ്മുടെ ബഹുമാന്യനായ DYSP ആസാദ് MP, ബാക്കി നമുക്കറിയാം ആദരിക്കപ്പെടുന്ന ബഹുമാന്യരായ നമ്മുടെ വ്യക്തിത്വങ്ങളെ ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതായ എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച് സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റ് സെക്രട്ടറിയും ജില്ലയുടെ ബഹുമാന്യനായ നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീ ജോഷി ജേക്കബ് സാറെ, അതുപോലെ ഇവിടെ നന്ദി പറയാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമതി സുമതി അവരുകളെ, അവർ FA പേരാവൂരിൻ്റെ പ്രസിഡന്റ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഈശ്വര പ്രാർത്ഥന ആരംഭിച്ച് നമ്മൾക്ക് ഈശ്വരനിലേക്ക് ഒരു ചിന്തയെ ഉണർത്തിയ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ശ്രീമതി പ്രസീത മാഡം, ബാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരുപാട് കുട്ടികൾ ഒക്കെ പരിപാടിക്ക് തയ്യാറായിരുന്നു. നമ്മുടെ ഫാമിലി ഫോറം മെമ്പർമാരും പരിപാടിക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഓണാഘോഷത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്നായി പരിപാടികൾ നടക്കാൻ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട പേരാവൂർ NSCC യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ തോമസ് സാർ, NSCCയുടെ തന്നെ ജില്ലാ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാര്, മറ്റുള്ള മെമ്പർമാര്, കുടുംബാംഗങ്ങളെ കുറിച്ചാണ് നമ്മുടെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കുമൊട്ടില്ലതാനും. ഈ പാട്ട് കണക്കാറുണ്ടാണ് സ്കൂളിൽ പഠിച്ച കാലം മുതൽ നമ്മൾ ഇങ്ങോട്ട് കണക്കാണ്. അപ്പോൾ നമ്മുടെ ജോൺ സാർ പറഞ്ഞതുപോലെ ഈ ഓണ സമയത്ത് നമ്മുടെ മാവേലി തമ്പുരാൻ നാട്ടിൽ വന്ന് പ്രജകളുടെ എന്തൊക്കെയാണ് ജീവിത രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാണ് ഈ വർഷത്തിലൊരു ദിവസം നാട്ടിലേക്ക് വരുന്നത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങരി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങരി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്, നാലുകാലോലപ്പുരയുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഓരോ മണിക്കൂറുകളും ചെലവാക്കുമ്പോൾ വീട്ടിന്റെ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പുന്നോ തന്നെ കാത്തിരിക്കുമ്പോൾ. എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സുജീവ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങായിരിക്കും അടുത്തതായി നടക്കുക. നമ്മുടെ കയ്യടിയുടെ ശബ്ദം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
അപ്പോൾ സാറിന്റെ വിലപ്പെട്ട സമയത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും നമ്മുടെ ഈ ആഘോഷ പരിപാടിയിൽ 2 വാക്ക് കേൾക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും. അപ്പോൾ സുജിത് സാറിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ വഹിച്ച നമ്മുടെ എക്സർവിസ്മാൻ പേരാവൂർ പ്രസിഡന്റ് ശ്രീ ജോൺ കെ സി അവർ, ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിച്ച ശ്രീ ജോഷി ജേക്കബ്, ഇവിടെ ആദരിക്കുന്ന ശ്രീമതി ലീലാമ അബ്രഹാം, ശ്രീ പി വി ഗോവിന്ദൻ നമ്പ്യാർ അവർ, ശ്രീ ചന്ദ്രൻ നായർ, ആശംസ അർപ്പിക്കാനെത്തിയ തോമസ് കേൾക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, കേട്ട പാടെ കേൾക്കാത്ത പാടെ ഞാൻ പറഞ്ഞു ഞാൻ പോകാം. കാരണം ഇതിനകത്ത് ചെറിയൊരു പങ്ക് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ ഈ എക്സ്-സർവീസ്മാൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു NCCക്ക് എടുത്തായിരുന്നു. അപ്പൊ അന്ന് മുതൽ യൂണിഫോമുള്ള കമ്പം കൊണ്ട് അങ്ങനെ 8 മുതൽ 9, 10 കോളേജ് തലത്തിൽ ഞാൻ സീനിയർ അണ്ടർ ഓഫീസറായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ NCCയുടെ ഒരു ബേസ്, ആ NCCയുടെ ബേസ് ഞാൻ സീനിയർ അണ്ടർ ഓഫീസർ നിർമ്മലഗിരി കോളേജ് പഠിച്ച സമയത്ത് 97 ഞാൻ മിലിറ്ററി ചേർന്നു. 97 ഡിഗ്രി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദായിരുന്നു എൻ്റെ റെജിമെന്റ്. ഞാൻ അവിടെ മിലിറ്ററി അങ്ങനെ ആയിട്ട് GD ആയിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അപ്പൊ ആ ഒരു എൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററിയുടെ 1 വർഷത്തെ എന്ത് കഴിഞ്ഞു ഞാൻ ട്രെയിനിങ് കഴിഞ്ഞു. അങ്ങനെ ആ കോഴ്സൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അബദ്ധവശാൽ നാട്ടിൽ വന്ന സമയത്ത് ഞാനൊരു PSC ടെസ്റ്റ് എഴുതി. അങ്ങനെ ആ PSC ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക്. ഞാൻ ആ കോടതിയിലെ സെഷൻസ് കോടതിയിൽ ബെഞ്ച് ക്ലർക്ക് അസിസ്റ്റന്റായിട്ട് എനിക്ക് പോസ്റ്റിംഗ് കിട്ടുമ്പോൾ ജില്ലാ ജഡ്ജി എന്ത് ചെയ്തു, നേരെ യൂണിറ്റിലേക്ക്, എൻ്റെ ഹൈദരാബാദിലെ യൂണിറ്റിലേക്ക് എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ അയച്ചു. ഇദ്ദേഹത്തെ ഉടനടി റിലീവ് ചെയ്യണം. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം മിലിറ്ററിയുടെ ആ ഒരു സിസ്റ്റം അനുസരിച്ച് റിലീവ് ചെയ്യാമോ. കോടതിയിൽ നിന്ന് വരുന്ന ഓർഡർ ആയതുകൊണ്ട് അന്നേരത്തെ മേജർ എന്ത് ഞങ്ങളെ എന്നെ റിലീവ് ചെയ്തു. അങ്ങനെ ഞാൻ റിലീവ് ചെയ്ത് ഉടനെ നേരെ എൻ്റെ ചെറിയ ആ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ പെട്ടെന്ന് ഞാനിവിടെ വന്ന് തലശ്ശേരി കോടതി ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ആ മിലിറ്ററിയുടെ 1 വർഷത്തെ ട്രെയിനിങ്ങും ക്യാമ്പുകളും ഒക്കെ കഴിഞ്ഞ് അതിന്. പക്ഷെ ആ പ്രോഗ്രാമൊക്കെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് എനിക്ക് മനസ്സിലായത് അത് ഒരു നമ്മുടെ സറൗണ്ടറിങ് മാത്രമായി പോകുന്നു. നമ്മൾ പുറത്തുനിന്ന് 2 പേരെ നമ്മൾ വിളിച്ച് അവർക്ക് വേണ്ട ഒരു സ്നേഹവും സന്തോഷവും കൊടുക്കുമ്പോൾ ആ ഒരു സ്പ്രെഡ്, ആ ഒരു സ്നേഹം, ഇപ്പൊ നമുക്കറിയാം ഒരു താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഒരു സ്നേഹം ചെയ്താൽ അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഒരു നാട്ടിന്റെ വാർത്തയാണ്. അപ്പൊ അങ്ങനെ ഇത് എക്സ്പെരിമെന്റ് തന്നതാണ്. ആ പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമാണ്, വേറെ ഒന്നുമില്ല. അവരൊന്ന് ആദരിക്കാനും തോന്നല് എല്ലാവരുടെ മനസ്സിലും എത്തിയിട്ടുണ്ട്. ആ വാക്കുകൾക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോ സാറിന്റെ സമയത്തിന്റെ വില നന്നായി അറിയാമെങ്കിൽ കൂടിയും നമുക്ക് കുറച്ച് ആദരിക്കൽ ചടങ്ങുകളുണ്ട്. അപ്പോ ഒരു 3-4 പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് സാറ് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആദ്യമായി ലീലാമ അബ്രഹാം മാഡം ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് വരിക. ഒരു എക്സ്-സർവീസ്മാൻ വിഡോ ആണ്. മാഡത്തിന്റെ മകൻ ബിക്കാനീറിൽ കേണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളെയും, കാരണം ഒരു സർവീസ് പേഴ്സൺ അറിയാം അവിടുത്തെ അനുഭവങ്ങള്. അവരവരുടെ മക്കളുടെ സർവീസിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശാലത, മനസ്സിന്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ വളരെ സീനിയർ മെമ്പറായ ഗോവിന്ദൻ നമ്പ്യാറാണ്. സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി. നമ്മുടെ അടുത്തൊരു സീനിയർ മെമ്പറും ജില്ലാ ലേസൺ ഓഫീസറും കൂടിയായ ചന്ദ്രൻ സാറിനെയും വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ യുവത്വമാണ്. അമൽ PT
ഇസ്രായേൽ സിറിയ UN മിഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സൈനികനാണ്. അപ്പൊ അവധിക്ക് വന്ന സമയത്ത് നമ്മുടെ എളിയ ആദരവ് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സുജിത് സാർ. സാറിന്റെ വിലപ്പെട്ട സമയം, സാറിന്റെ സമയത്തിന് ഓരോ നിമിഷങ്ങൾക്കും എത്രത്തോളം വിലയുണ്ടെന്ന് അറിയാം. നമ്മുടെ പേരാവൂര് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിയുടെയോ മതത്തിൻ്റെയോ വേലിക്കെട്ടുകളില്ലാതെ ആഘോഷിക്കുന്ന ഓണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അനുഭവത്തിൽ ഒരുപക്ഷെ വയറു നിറയെ ഭക്ഷണം കഴിച്ചത് ഈ ഓണം എന്ന ഉത്സവ സമയത്തായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. അന്നുണ്ടായിരുന്ന ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നിന്നും ഒട്ടുമിക്കവാറും മാറിക്കിട്ടി. ബഹുമാനപ്പെട്ട NHSC പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് KJ ജോൺ സാർ, സെക്രട്ടറി ജോഷി സാർ, നമ്മുടെ ചന്ദ്രൻ സാർ, ഇന്നത്തെ ഓണാഘോഷം ഏറ്റവും ഭംഗിയായി നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾക്ക് വിവിധ പൂക്കളെ കൊണ്ടുള്ള ഒരു അലങ്കാരമാണ്. എന്തുകൊണ്ടാണ് വിവിധ പൂക്കളെ കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നത്? എല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞതുപോലെ വിവിധ പൂക്കൾ ചേരുമ്പോഴാണ് അതിനുള്ള ഭംഗി കാണുന്നത്. അല്ലാതെ നമ്മൾ ഒരേ പൂക്കൾ മാത്രം ഇട്ടുകൊണ്ട് ഇരുന്നാൽ അതിനത്ര ഭംഗി കാണുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ ഓണാഘോഷം നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യകാലത്തുള്ള ചരിത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇവിടെ ധർമ്മം രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഓണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അതായത് ആദ്യകാലത്തുള്ള യഥാ ധർമ്മസ്യ ഗാന്യപവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം ശരിയാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യോഗി. ഇതാണ് നമ്മൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചും അറിയേണ്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട നാഷണൽ എക്സൈസ് ബോർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്ത ആസാദ് സാർ, നമ്മുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പേരാവൂർ NHCയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഓണാഘോഷം ആഘോഷിക്കുകയാണല്ലോ. എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവസരമായതുകൊണ്ട് തന്നെ ചെറിയൊരു ശ്രമമുണ്ട്. ഈ വേദിയിലെത്തുന്ന എല്ലാ സീനിയർക്കും മുതിർന്നവർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തുകൊണ്ടെന്നാൽ ആദ്യമായിട്ട് കിട്ടിയൊരു അവസരമായതുകൊണ്ട് തന്നെ ചെറിയൊരു മടിയുണ്ട്, സംസാരിക്കാനൊരു മടിയുണ്ട്. സർവീസിനെ കുറിച്ച് വലുതായി പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നെക്കാരും മുതിർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് തന്നെ അറിയാം സർവീസ് എന്താണെന്നും എങ്ങനെയാണെന്നും ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാനതിനെ ഇടയ്ക്ക് കയറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പം UN മിഷൻ്റെ സെലക്ഷനായിട്ട് ഇസ്രായേൽ സിറിയയിലാണുള്ളത്. അവിടുത്തെ അനുഭവം നല്ലൊരു ഇതാണ്. ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയെങ്കിൽ ഇപ്പോൾ 1 വർഷമായി ഞാൻ അവിടെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞ് 2 മാസത്തെ സ്ത്രീയായി അങ്ങോട്ടും മാറിക്കൊണ്ട് സർവീസ് ചെയ്യുന്നു. ഇൻസ്പെക്ടർ സജീവ് സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ആദരിക്കപ്പെടുന്നവർ ശ്രീ ചന്ദ്രൻ നായർ സാർ, ലൈസൻസ് സെക്രട്ടറി കണ്ണൂർ ജില്ല, ശ്രീ ഗോവിന്ദൻ നമ്പ്യാർ സാർ, ശ്രീമതി ലീലാമ്മ മേഡം. സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ആശംസകൾ. പങ്കുകളിച്ചില്ല പങ്കരുമിട്ടില്ല
എന്തെന്റെ മാവേലിയോണം വന്നു. നെല്ലു പുഴുങ്ങില തെല്ലു ഉണങ്ങില എന്തെന്റെ മാവേലി ഓണം വന്നു. പിള്ളേരും വന്നില്ല പാടം നീർത്തില എന്തെന്റെ മാവേലി ഓണം വന്നു. തട്ടാനും വന്നില്ല താലികൾ തീർത്തില്ല എന്തെന്റെ മാവേലി ഓണം വന്നു. പുലിക്കളിയുടെ ശ്രുതി താളം തിത്തിത്താരാതേതോ വയനാട്ടിൽ പദമേളം തിത്തിത്താരാതേതോ. എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ വെളുക്കുമ്പോ പൊലിക്കുവാൻ പോകുന്നവനെ വക്കിൽ വെലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചൊണ്ണൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ ധമ്മ
പൂവേ വന്നേ പോയി ഓണം പൊന്നോണം ബാപ്പുവേ ബാപ്പുവേ വാത്തുമ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 പാപ്പൂവേ പാപ്പൂവേ മാത്തുള്ളിപ്പൂവേ വന്നേ പോയി ഓണം പൊന്നോണം പൊന്നോണം പൂവിളി പൊൻവിളി നീയതു കേട്ടോ കണഭമുഴുക്കാപ്പു ചാത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം കാലത്ത് കണി കാണാൻ വരും നേരം തരുമോ തൊഴുകൈ കുമ്പിളിലെനിക്കുനി തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം നമ ശിവായ നമ ശിവായ നമ ശിവായ. നിന്നെ ഞാൻ രാജ്യത്തിൽ കണ്ടതല്ലേ നറുമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്കാടേ നറുമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്കാടേ നാലക്കണ്ണോളല്ലേടി നിന്നെ ഞാൻ രാജ്യത്തിൽ കണ്ടതല്ലേ നറുമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്കാടേ നറുമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്കാടേ പാവാടക്കായത്തില് നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ പാവാടക്കായത്തില് നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ കണ്ണഞ്ചിയുടെ കയ്യില് നമ്മളന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ കണ്ണഞ്ചിയുടെ കയ്യില് നമ്മളന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ കാലപ്പൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നെറുന്നല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്കാടേ നെറുന്നല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്കാടേ മഞ്ഞകൂറി വരച്ച് താളം തുള്ളി നടന്നവള മഞ്ഞകൂറി വരച്ച് താളം തുള്ളി നടന്നവള മാനടക്കുണ്ടുകൊണ്ട് മുത്തമിട്ട് തുള്ളി മറിഞ്ഞവള മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ ആയിരം ഓർമ്മകൾ ഒഴുകിയണയുന്നു ഓണത്തിരി നീക്കും പൂവേ ആയിരം ഓർമ്മകൾ ഒഴുകിയണയുന്നു ഓണത്തിരി നീക്കും പൂവേ കുന്നിച്ചേരുവിലും പാടവരമ്പത്തും കുമ്മാട്ടിക്കളിയാടിയതും എലിയും പൊന്നൊടിരാവിൽ നിറചന്ദനമൊഴുകുമ്പോൾ വെള്ളാമ്പൂക്കേടിയതും അവനോടോരോ കഥകൾ ചെയ്യതും ഓണനിലാവിലെന്നോ മനമുറ്റത്ത് ഓർമ്മകളാലൊരു പൂക്കളിട്ടു ഞാനെന്നോർമ്മകളാലോണ പൂക്കളിട്ടു ഓണനിലാവിലെന്നോ മനമുറ്റത്ത് ഓർമ്മകളാലൊരു പൂക്കളിട്ടു ഞാനെന്നോർമ്മകളാലോണ പൂക്കളിട്ടു തേടിയലഞ്ഞൊരാ ബാല്യത്തിൻ പൂമണം മുറ്റം നിറഞ്ഞു നിൽക്കേ പൂവുകൾ
പൂവുകൾ തേടിയലഞ്ഞൊരാ ബാല്യത്തിൻ പൂമണം മുറ്റം നിറഞ്ഞു നിൽക്കേ എന്നോ മറഞ്ഞൊരാ തേന്മാവിൻ ചില്ലയിൽ കളിയൂഞ്ഞാലിട്ടു ഞാനൂഞ്ഞലാടി കളിയൂഞ്ഞാലിട്ടു ഞാനൂഞ്ഞലാടി നിലാവിലെന്നോ മനമുറ്റത്ത് ഓർമ്മകളാലൊരു പൂക്കളിട്ടു ഞാനെന്നോർമ്മകളാലോണ പൂക്കളിട്ടു സുന്ദര സ്വപ്നങ്ങൾ നെയ്തൊര പടിവാതിലോരത്ത് ഞാനിരിക്കേ കൗമാര സുന്ദര സ്വപ്നങ്ങൾ നെയ്തൊര പടിവാതിലോരത്ത് ഞാനിരിക്കേ ആദ്യാനുരാഗത്തിനോർമ്മയിൽ ഞാനിന്നൊരാവണി തെന്നലായി പാറിടുന്നു ഞാനിന്നാവണി തെന്നലായി മാറിടുന്നു ഓണനിലാവിലെന്നോ മനമുറ്റത്ത് ഓർമ്മകളാലൊരു പൂക്കളിട്ടു ഞാനെന്നോർമ്മകളാലോണ പൂക്കളിട്ടു ഓണനിലാവിലെന്നോ മനമുറ്റത്ത് ഓർമ്മകളാലൊരു പൂക്കളിട്ടു ഞാനെന്നോർമ്മകളാലോണ പൂക്കളിട്ടു കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഫാൻസി കടയുടെ മുന്നിലെത്തി. ഇനി പൊട്ടുപോയെങ്കിൽ കുത്തിക്കോ. അതെ കുത്തിക്കോ. കറക്റ്റ് കുത്തിക്കോ. അവിടെ കുത്തിക്കോ. കുത്തിക്കോ. അതന്നെ. അതന്നെ കറക്റ്റ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. ചെവി പഠിച്ചോ. റൈറ്റ് സൈഡിലേക്ക് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഞാൻ കുത്തിക്കോ. പരിപാടി അവസാനിപ്പിക്കാൻ കുത്തിക്കോ. എല്ലാവരും കൈയടിച്ച് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊടുത്താൽ ഓക്കെ. താങ്ക് യു. അതന്നെ കറക്റ്റ്. ആ ഫോട്ടോയിൽ തന്നെ ഉച്ചനെ വേറെ ഇപ്പൊ നിൽക്കുന്ന ആളെ നെറ്റിക്ക് കുത്തണ്ട. ഓക്കെ കുത്തിക്കോ. എടുത്തോട്ട് പോട്ടെ. കറക്റ്റ്. അതാ കണ്ണിന്റെ നേരെ വന്നു. കുറച്ചെടുത്ത് മാറി കുത്തിക്കോ.